മംഗലവാർത്ത 2-ാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുനാമത്തിന്റെ ശക്തി. മുഖ്യദൂതൻ ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞു, അവന് യേശു എന്ന് പേരിടണം. പുത്രൻ ഏതു പേരിൽ അറിയപ്പെടണമെന്നത് പോലും പിതാവിന്റെ തീരുമാനമായിരുന്നു. യേശുനാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശു എന്ന നാമം ഈ ലോകത്തിലുള്ള എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ്. എങ്കിലും അവൻ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിന്റെ അനുസരണത്തിലൂടെ അവൻ പിതാവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. പിതാവ് പുത്രനെയും മഹത്വപ്പെടുത്തുന്നു. പിതാവും പുത്രനും ഒന്നു തന്നെയാണ്. പുത്രനെ കാണുന്നവൻ പിതാവിനെ തന്നെയാണ് കാണുന്നത്. യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യേശുവിനുള്ള പിതാവിന്റെ അംഗീകാരമാണത്. അവനിലൂടെ പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. യേശുവിനെ ഏറ്റുപറയുന്നവരും യേശു ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ യോഗ്യരാകും. അവന്റെ മധ്യസ്ഥത്താൽ ഇവയേക്കാൾ വലിയവയും ചെയ്യും.